ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു പുതിയ ബ്രെഡിനെ കുറിച്ചാണ് കേട്ടോ. കാണുമ്പോൾ പുസ്തകമാണെന്നൊന്നും വിചാരിക്കണ്ട. ഇത് കണ്ടോ, തുറക്കുമ്പം നല്ല വലിപ്പമുള്ളതാണ്. ഇറാനിയൻ കുബൂസിനൊക്കെ സാമ്യമുള്ളതാണ് കേട്ടോ. ഇത് തുറന്ന് കാണിക്കാം. ഒട്ടും കട്ടിയില്ല, വളരെ നൈസായ പേപ്പറിൻ്റെ അത്ര പോലും കട്ടിയില്ല ഇതിന്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മേക്കിംഗ് വീഡിയോയിലേക്ക് പോകാം. ഗോതമ്പ് പൊടി തെള്ളിയെടുത്തിട്ട് ഇതുപോലുള്ള ഒരു മെഷീനുണ്ട്, അതിനകത്തിട്ടിട്ടാണ് കുഴച്ചെടുക്കുന്നത്. ഒത്തിരി ഉള്ളതുകൊണ്ടാണ്. എന്നിട്ട് മെഷീനകത്തിട്ട് കുഴച്ചെടുത്തതിന് ശേഷം കോൺഫ്ലോറിലേക്കാണ് കുഴച്ചെടുത്ത മാവ് ഇട്ട് വെക്കുന്നത്. കോൺഫ്ലോർ തരി കൂടിയതാണ്. അതിനുശേഷം ഇതുപോലെ അതിൽ നിന്നെടുത്ത് മാറ്റി സെപ്പറേറ്റ് ബേസിനിൽ വെച്ച് കൈകൊണ്ട് പരത്തി ഒരു കുട പോലെ ഇരിക്കുന്ന ഒരു പില്ലോ ഉണ്ട്, അതിനുള്ളിൽ വെച്ചിട്ടാണ് പിന്നെ വലിച്ചു നീട്ടുന്നത്. അതിനുശേഷം ഇതുപോലെ തന്നെ അതേ ആകൃതിയിൽ തന്നെയുള്ള, കാണുമ്പോൾ മേലെ കുടയുടെ ആകൃതിയിലുള്ള ഒരു ഗ്യാസിൻ്റെ സ്റ്റൗവും അതുണ്ടാക്കാനുള്ള തവയൊക്കെയാണ്. അപ്പം മുമ്പ് കണ്ടത് വെർട്ടിക്കലായി എടുത്ത ഒരു വീഡിയോയാണ്. ഇതും അതുപോലെ തന്നെയാണ്. ഇത് ചപ്പാത്തിക്ക് ഉണ്ടാക്കുന്ന പോലെ ചെറുതായി പരത്തിയതിന് ശേഷം വലിച്ചു നീട്ടി ഇതുപോലെ ഒരു പില്ലോയുടെ കുഷ്യനുണ്ട്. പില്ലോ റൗണ്ടിലുള്ള കുട പോലെ ഇരിക്കും കാണാനായിട്ട്. ആ കുഷ്യനിൽ വെച്ചിട്ടാണ് പിന്നെ ഇവർ വലിച്ചു നീട്ടുന്നത് മാവ്. ഇത് കണ്ടില്ലേ, ഇത് ചെറിയതാണ് കേട്ടോ. ഇതിൻ്റെ വലുതാണ് ഞാൻ കുറച്ച് മുമ്പ് നിങ്ങളെ കാണിച്ചു തന്നത്. ഇത് വളരെ ചെറുതാണ്. ഇതുപോലെ തന്നെയാണ് വലിയതുണ്ടാക്കുമ്പോഴും. പിന്നെ ഇതുപോലത്തെ ഈ സ്റ്റൗവിൻ്റെ മേലെ കുട പോലെ ഒരു ഗ്യാസിൻ്റെ സെറ്റപ്പൊക്കെയാണിത്. കുട പോലെ ഉണ്ടാവും, കുടയുടെ ആകൃതിയാണ് ഇതിൻ്റെ തവയ്ക്ക്. അപ്പം നമ്മുടെ ചീനിച്ചട്ടിയൊക്കെ, ഒരു വലിയ ചീനിച്ചട്ടിയൊക്കെ കമത്തി വെച്ച പോലെ ഉണ്ട് കണ്ടാൽ. അപ്പോൾ ഇതിനകത്ത് ഇങ്ങനെ ചുട്ടെടുക്കുകയാണ് പിന്നെ ചെയ്യുന്നത്. ഇത് ഒത്തിരി ഹെൽത്തിയാണ്. എണ്ണയൊന്നും യൂസ് ചെയ്യാത്തത് കൊണ്ട് തന്നെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രെഡാണിത്. നമ്മുടെ ചപ്പാത്തിയൊക്കെ പോലെ തന്നെ അതിൻ്റെയൊക്കെ ടേസ്റ്റ് തന്നെയാണ്. അതിൻ്റെ മുകളിൽ കോൺഫ്ലോർ കുറച്ച് വെതറുന്നു എന്നുള്ള മഞ്ഞ കളറാണ് കോൺഫ്ലോറിന്. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന കോൺഫ്ലോറിന് മഞ്ഞ കളറിൽ ഞാൻ കണ്ടിട്ടില്ല. ഇത് മഞ്ഞ കളറാണ്, തരി കൂടിയ കോൺഫ്ലോറാണ് കേട്ടോ. മേലെ വെതറ് കട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പം ഇതുപോലെ പരത്തിയെടുക്കും. ഇതുപോലുള്ള ബ്രെഡൊക്കെ ഉണ്ടാക്കുന്ന കാര്യത്തിൽ ഇവർ ഭയങ്കര സ്കില്ലായിട്ടുള്ള ആൾക്കാരാണ്. അപ്പം നിങ്ങൾ കാണുന്ന പോലെ തന്നെ വളരെ നൈസായിട്ടാണ് ഇത് പരത്തിയെടുക്കുന്നത്. പക്ഷേ നമ്മൾ വിചാരിക്കും പൊട്ടിയൊന്നും പോകത്തില്ല. അതുപോലെ തന്നെ കൈ കൊണ്ടുള്ള ആ ആക്ഷനൊക്കെ കണ്ടോ, അത് എത്ര ശ്രമിച്ചിട്ടും എന്നെ കൊണ്ട് ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല. അപ്പോൾ ഇതിനിയും നൈസാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ആ പില്ലോ പോലുള്ള സംഭവത്തിലേക്ക്, വട്ടത്തിലുള്ള ആ പില്ലോ പോലുള്ള സംഭവത്തിലേക്ക് വെച്ചിട്ട് പിന്നെ ഇതുപോലെ കൈകൊണ്ട് എല്ലാ ചുറ്റും വലിച്ച് ഒട്ടും കട്ടിയില്ലാതെ ആക്കിയെടുക്കും. അതിനുശേഷം നമ്മുടെ ഈ ചുടുന്ന ഇതിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യാറ്. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, വീഡിയോ ലൈക്ക് ചെയ്യുക, ബാക്കിയുള്ളവർക്കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോകളുമായിട്ട് ഞാൻ നിങ്ങളുടെ കൂടെ ഇനിയും ഉണ്ടാവും. ഇതിന് തീരെ കട്ടിയില്ല എന്നുള്ളത് ആണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. പേപ്പറിൻ്റെ അത്ര പോലും കട്ടി ഉണ്ടാവില്ല ഇതിന് ഉണ്ടാക്കി വന്നു കഴിയുമ്പം. ഇതിന് ശേഷം നമ്മളിത് ഉണ്ടാക്കിയതെല്ലാം ഒരു പാത്രത്തിൽ നിരത്തി വെക്കും. അതിനുശേഷം അത് ചൂടാറി കഴിഞ്ഞ് കഴിയുമ്പം ഇത് മടക്കി ഓരോന്നോരോന്നായിട്ട് പുസ്തകം പോലെ മടക്കി എടുത്ത് കവറിൽ കെട്ടി ഫ്രിഡ്ജിലെടുത്ത് സൂക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഇവിടെ ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിനായിട്ടുള്ള സെറ്റപ്പൊക്കെയാണ് നിങ്ങൾ കാണുന്നത്. ലബനി, ഒലിവ് ഓയിൽ, വെജിറ്റബിൾസ്, അങ്ങനെയൊക്കെ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ മുഴുവനായി കണ്ട എല്ലാവർക്കും ഒത്തിരി താങ്ക്സ്. ഹാവ് എ ഗുഡ് ഡേ ഓൾ ഓഫ് യു.